ഈ ലോകത്ത് ഏത് സംവിധാനവും വൈകും. വൈകാത്തതൊന്നേയുള്ളൂ, അതും മരണമാണ്. ലാ യസ്തഖിറൂന വലാ യസ്തഖദിമൂൻ. വരുന്ന ടൈം തീരുമാനിച്ചാൽ ഒരു നിമിഷം അങ്ങോട്ടുമില്ല, ഒരു നിമിഷം പിന്തലില്ല. വലാ യസ്തഖദിമൂൻ, ഒരു നിമിഷം മുന്തലുമില്ല. കഠികാര നിർബന്ധ ബുദ്ധിയോടെ വരുന്ന ഒന്ന് മരണമാണ്. അത് മരണദൂതനാണ്. ആ മരണസമയത്ത് നമുക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന ഒരമലിന്റെ പേരാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിന്റെ തണലിലൂടെ അല്ലാഹു നമ്മളെ നടത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ ഖുർആൻ വഴികാട്ടിയത് പരലോകത്തിലേക്കാണ്. അടുത്ത സൂറത്ത് നിങ്ങൾ നോക്ക്, അടുത്ത സൂറത്ത് നോക്ക്. ആ സൂറത്തിലും അല്ലാഹു പറയുന്നത് ദുനിയാവിനെ കുറിച്ചാണ്. അല്ലാഹു പറയുന്നത് യസ്അലൂനക, അല്ലാഹു പറയുന്നത് അഅന്തും അശദ്ദു ഖൽഖൻ അമിസ് സമാഉ ബനാഹാ റഫഅ സംകഹാ ഫസവ്വാഹാ. അടുത്ത സൂറത്ത് നാസിആത്താണ്. നബഅ കഴിഞ്ഞാൽ അതിൽ അല്ലാഹു പറയുകയാണ് ഈ അഅന്തും അശദ്ദു ഖൽഖാ അമിസ് സമാഉ ബനാഹാ റഫഅ സംകഹാ ഫസവ്വാഹാ വഅഗ്തശ ലൈലഹാ വഅഖറജ ളുഹാഹാ വല്ലർള ബഅദ ദാലിക ദഹാഹാ. ഈ ആകാശഭൂമികളെ ഉയർത്തുന്നതാരാ? രാപകലുകളെ സൃഷ്ടിച്ചതാരാ? ഇങ്ങനെ ദുനിയാവിനെ പറഞ്ഞിട്ട് നേരെ ഒരു പോക്കാണ്. ഫൈനൽ ജന്നത ഹിയൽ മഅവാ. അടുത്തത് ചോദ്യം യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ ഫീമാ അൻത മിൻ ദിക്റാഹാ. അടുത്ത ചോദ്യം ഖിയാമത്ത് നാളിനെ കുറിച്ച്. ഏത് സമയത്തും ഖുർആൻ അടിക്കടി നമ്മോട് പറഞ്ഞത് ഈ ഭൗതികമായ ജീവിതത്തെ പറഞ്ഞാലൊക്കെ ആ സമയത്തൊക്കെ ഖുർആൻ നമ്മളെ വഴികാട്ടിയത് പരലോകമാണ് പ്രധാനപ്പെട്ടത്, ആഖിറമാണ് ഏറ്റവും വലുത്. അല്ലാഹു നമുക്ക് അതിനെ കുറിച്ചുള്ള ബോധം തരട്ടെ. മൂന്നാമത്തെ സൂറത്ത് അബസയാണ്. അതിൽ നിങ്ങൾ നോക്ക്. ഫല്യൻദുറിൽ ഇൻസാനു ഇലാ ത്വാമി അന്നാ സബബിനാ മാ صبا ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا. നിങ്ങൾക്ക് ഞാൻ മുന്തിരിപ്പഴം തന്നില്ലയോ? നിങ്ങൾക്ക് ഞാൻ ഗോതമ്പിനെ തന്നില്ലയോ? നിങ്ങൾക്ക് ഞാൻ എല്ലാ ഭക്ഷണങ്ങളും തന്നില്ലയോ? ദുനിയാവിലെ ഭക്ഷണത്തെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്തത് പറയുന്നത് യൗമയഫിറുൽ മർഉ മിൻ അഖീ വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീ. നാളെ നിന്റെ ഉമ്മ നിന്നെ കണ്ടാൽ കാണാത്തതുപോലെ പോരുന്ന ഒരു ലോകമുണ്ട്. ഭാര്യ നിന്നെ തിരിഞ്ഞു നോക്കാത്തൊരു ലോകമുണ്ട്. സഹോദര്യ ബന്ധങ്ങളോ കൂടപ്പിറപ്പുകളുടെ ബന്ധങ്ങളോ ഒരു രീതിയിൽ നിനക്ക് രക്ഷക്കെത്താത്ത ഒരു ദിവസത്തെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്ന് ഖുർആൻ അടിക്കടി നമ്മോട് ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിശുദ്ധ ഖുർആൻ വഴികാട്ടുന്ന ലോകത്തേക്ക് അല്ലാഹു നമ്മളെ എത്തിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മളെ അവിടേക്ക് എത്തിക്കുമാറാകട്ടെ. ഖുർആൻ വഴികാട്ടുന്നത് ഈ നശ്വരമായ ലോകത്ത് നിന്ന് നാളെ അനശ്വരമായ പരലോകത്തേക്കുള്ള ദിശ കാണിക്കലാണത്. എവിടെ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞ അവിടെയൊക്കെ അങ്ങനെയാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ലോകത്തേതെങ്കിലും ഒരു മനുഷ്യൻ അയാൾ ഉണ്ടാക്കിയ സാധനം മോശമെന്ന് പറയൂ? പറയൂലല്ലോ. ആരെങ്കിലും പറയോ? ഏതെങ്കിലും ഒരാൾ ഞാൻ നിർമ്മിച്ച ഈ സാധനം മോശമാണ് എന്നാരെങ്കിലും പറയും?
ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ ശ്രീകാര്യത്ത് ഇടത്തും വലത്തും ഒക്കെ ധാരാളം ഷോപ്പുകളുണ്ട്. അവിടെയൊക്കെ പറയുന്നേരാ രുചികരമായ വിഭവങ്ങൾ. ലയൺ ആൻഡ് ജിമ്മ്, ലയൺ ജിമ്മ് എന്ന് പറഞ്ഞാൽ ആ ജിമ്മുകാരൻ എവിടെയെങ്കിലും പറയാം, അവിടെ പോയാൽ ജിമ്മിൽ രാവിലെയും വൈകുന്നേരവും ഒക്കെ പോയി മുട്ടുകുത്തി നിന്നാൽ അവന് സിംഹശക്തി ഉണ്ടായി, സിംഹത്തിന്റെ ശൗര്യമൊക്കെ ഉണ്ടാകുമെന്നാണ് അതിന്റെ വജ്ഹ് തസ്മിയത്ത് തന്നെ. ലയൺ ജിമ്മ് ഇതാണ് അർത്ഥം. എന്താ എഴുതി വെച്ചിരിക്കുന്ന? എന്താ, നിങ്ങൾ അവിടെ പോയാൽ സിംഹശൗര്യത്തോടു കൂടി പൗരുഷഭാവത്തോടെ നിങ്ങൾക്ക് ആവാൻ കഴിയുമെന്നാണ്. ലോകത്തേതെങ്കിലും ഒരു മനുഷ്യൻ അയാൾ നിർമ്മിച്ച സാധനം മോശമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്? ഉണ്ടോ സഹോദരങ്ങളെ? ഇല്ലല്ലോ. എല്ലാവരും അയാൾ ഉണ്ടാക്കിയ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് വളരെ മനോഹരമായി വാചാരമായി പറയൂ. ഞാനിപ്പോ ഈ തൊപ്പി മേടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിപ്പോയി. അപ്പൊ ആ തൊപ്പി കച്ചവടക്കാരൻ എന്നെ കണ്ടപ്പോഴേ പറഞ്ഞു, വാക്കവി ഇത് മനോഹരമായ തൊപ്പിയാണ്, ഇതിന് 54 ഇഞ്ചാണ്, ഇത് നിങ്ങളുടെ തലയിൽ വെച്ചാൽ ഫോട്ടോ എടുത്താൽ കാണാൻ നല്ല രസമാകും, അത്യാവശ്യം കഷണ്ട് ഉച്ചിയിൽ മുടിയില്ലാത്തത് മറയ്ക്കാനും പറ്റും, മാത്രവുമല്ല. അപ്പൊ ഞാനത് എടുക്കാതെ ഇങ്ങനെ നിന്നപ്പോൾ അദ്ദേഹത്തിനോട് ഇത് മെയ്ഡ് ഇൻ ബംഗ്ലാദേശാണ്, അലിഫ് ക്യാപ്പാണ്. കമ്പനി പറഞ്ഞപ്പോൾ അവര് തൊപ്പി നിർമ്മാണത്തിൽ ഒന്നാമതുള്ള ആളാണ്. അല്പം കൂടി ശങ്കിച്ചപ്പോൾ അയാൾ പരസ്യം എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമായ ഗുണപ്രചരണമാണെന്ന് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളെപ്പോലെ വഅ്ള് പറയുന്ന ആളുകൾക്ക് തല ഇങ്ങനെ വല്ലാതെ വയർക്കുമ്പോൾ ആ ചൂട് പോകാൻ ഇതിന്റെ ഇടയിൽ ചെറിയ ഹോളുകളുമുണ്ട്, നിങ്ങൾക്കത് വളരെ നല്ലതാണ്. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ഇനി അത്യാവശ്യം മഴ പെയ്യുന്ന സമയത്ത് വയലിൽ വല്ലാതെ മീൻ കയറുമ്പോൾ ഒരു മീൻ പിടിക്കണമെന്ന് തോന്നിയാലും നിങ്ങൾക്കിത് പിടിക്കാൻ വലിയ ഫീഹ മആരിബു ഉഖറ, ഇങ്ങനെ പല പ്രയോജനങ്ങൾ ഇതുണ്ട് എന്ന് തൊപ്പിക്കച്ചവടക്കാരൻ എന്നോട് പറഞ്ഞതനുസരിച്ചാണ് ഈ തൊപ്പി ഞാൻ വാങ്ങിച്ചത്. നമ്മൾ സാധാരണ ഒരു സാധനത്തെ നമ്മൾ വിൽക്കാൻ വേണ്ടി എത്രമാത്രം പരസ്യം പറയും, ഏതുമാത്രം പരസ്യം പറയും. പക്ഷേ ഏതെങ്കിലും ഒരു നിർമ്മാതാവ് ഞാൻ നിർമ്മിച്ച സാധനം മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാരാണെന്നറിയോ? ആ പ്രൊഡക്റ്റിന്റെ പേരാണ് ദുനിയാവ്. ഈ കാണുന്ന എല്ലാത്തിനെയും, സൂര്യനെയും ചന്ദ്രനെയും ഗോളനക്ഷത്രങ്ങളെയും താരാപഥങ്ങളും നെബൂലകളും ഗാലക്സികളും കൊടിമുടികളും പീഠഭൂമികളും മരുഭൂമികളും വൻകാടുകളും നയനമനോഹരമായ എല്ലാം ഒരുക്കി വെച്ചിട്ട് അല്ലാഹു പറയുകയാണ് ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. പെങ്ങളെ, നിങ്ങൾ ഇതിൽ വഞ്ചിതരായി പോവല്ലേ. ഈ ദുനിയാവ് ഏറ്റവും മോശ സാധനമാണ്. അല്ലാഹു എന്ന നിർമ്മാതാവാണ് പറഞ്ഞത്. അവൻ സൃഷ്ടിച്ച ഈ ദുനിയാവുണ്ടല്ലോ, ആ ദുനിയാവ് വല്ലാത്ത ചതിയാണ്, മോശമാണ്. അതിനെ നിങ്ങൾ നോക്കുകയേ ചെയ്യരുതെന്ന് നിർമ്മിച്ച നിർമ്മാതാവ് പോലും മോശമാണെന്ന് പറഞ്ഞ ആ ദുനിയാവിനെയാണ് നമ്മൾ ചേർത്ത് പിടിച്ചിട്ട് ജീവിക്കുന്നത്. ഇത് ചതിയാണ്. ഭാര്യ ഭർത്താവിനെ ചതിക്കും, ഭർത്താവ് ഭാര്യയെ ചതിക്കും, മാതാപിതാക്കൾ മക്കളെ ചതിക്കും, മക്കള് മാതാപിതാക്കളെ ചതിക്കും. ആത്മസുഹൃത്ത് ചതിയിലൂടെ കൊടുതെല്ലാം കൈക്കലാക്കിയേക്കാം. നാനാഭാഗത്തും ചതി ഒളിച്ചു നിൽക്കുന്ന ദുനിയാവാണേ. അതുകൊണ്ട് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ദുനിയാവ് നിങ്ങളെ ഏറ്റവും ചതിക്കുന്ന വസ്തുവാണെന്ന് പടച്ചവൻ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലുതായി വഴി കാണിച്ചത് നാളെ പരലോകത്തിലേക്ക് പോകേണ്ടവരാണ്. അതുകൊണ്ട് ആ രീതിയിൽ ലോകത്ത് നിങ്ങൾ ജീവിക്കണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ആ പരലോകത്തെ കുറിച്ചുള്ള ബോധവും ആ പരലോകത്തെ കുറിച്ചുള്ള ചിന്തയും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മളെ പരലോകത്തേക്ക് എത്തിക്കട്ടെ. ആമീൻ പറയ്. അല്ലാഹു നമ്മളെ പരലോകത്തെത്തിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ ഒരു പരലോകം വരണ്ടേ?
നാളെ ഒരു പരലോകമുണ്ടാവണ്ടേ. ആ പരലോകമില്ലാതെ എങ്ങനെയാണ് ഈ ഭൂമിയിലെ ജീവിതം ശരിയാവുക? അല്ലാഹുവേ അല്ലാഹുവേ, ലോകത്ത് നീതി നിഷേധിക്കപ്പെടുന്ന കാലത്ത് പതിനായിരക്കണക്കിന് ആളിനെ കൊന്നൊടുക്കിയ ആൾ അവസാനം മരിനായി ജീവിച്ചു പോകുന്ന ഒരു കാലത്ത് ആയിരക്കണക്കിന് ആളുകൾ കേരള സംസ്ഥാനത്തിന്റെ നഗരത്തിലൂടെ പട്ടാപ്പകല് സഞ്ചരിച്ചു പോയൊരു പാവം കണ്ട് എന്നെ മാനഭംഗപ്പെടുത്തി എന്നവള് ലോകത്തോട് പറയുമ്പോ കോടതിയിൽ വാദപ്രതിവാദങ്ങളുടെ ഉടയിൽ വാദപ്രതിവാദങ്ങളുടെ സ്തോപജന്യമായ ദിനരാത്രങ്ങൾക്കൊടുവിൽ വർഷങ്ങൾക്ക് ശേഷം ജഡ്ജി പറഞ്ഞു അത്രേ, എല്ലാ പ്രതികളും കുറ്റക്കാരല്ല, ഇവരെയെല്ലാം വെറുതെ വിടുന്നു എന്ന് പറയുമ്പോ കോടതി വരാന്തയിലിരുന്ന് പൊട്ടിക്കരയുന്ന മാനം നഷ്ടപ്പെട്ടു പോയ പെൺകുട്ടികൾ ഈ കേരളത്തിലുണ്ട്. കൊല ചെയ്യപ്പെട്ട ആളുകൾ, സാക്ഷികൾ വിലക്കെടുക്കപ്പെടുമ്പോ, നീതിന്യായ വ്യവസ്ഥകളിൽ വകുപ്പുകൾ ദുർബലമാകുമ്പോ കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകളാണ് പ്രധാനം, പത്രവാർത്തകളല്ല. ഒരു പാവപ്പെട്ട പെണ്ണെന്നെ മാനഭംഗപ്പെടുത്തിയത് ഇവനാണെന്ന് പറയുമ്പോ കോടതി തെളിവുകളുടെ അഭാവത്തിൽ അവനെ വെറുതെ വിടുന്ന നേരത്ത് സഹോദര സഹോദരി, എത്രയെത്ര കേസുകളാണ്, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ചവന് ഈ പാവപ്പെട്ട കുഞ്ഞു പെണ്ണിന്റെ പെൺമുടലുകളോട്, കാമാർത്തിയോട് കടന്നു പിടിക്കപ്പെടുന്ന കാലത്ത്, പൊതുവഴികളിൽ സ്ത്രീകൾ അപമാനിക്കപ്പെടുന്ന കാലത്ത്, കൊല ചെയ്യപ്പെട്ടവനെ നിരുപാധികം വിട്ടടിക്കപ്പെടുന്ന കാലത്ത്, കൈകാലുകൾ വെട്ടിയെരിഞ്ഞിട്ട് മയ്യഴിപ്പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ ഭർത്താവിന്റെ മൃതദേഹം നോക്കി കോടതി വരാന്തയിൽ ഒരു പെണ്ണ് പറയുന്നുണ്ട്, എല്ലാ പ്രതികളെ ഈ കോടതി വിട്ടയച്ചു, എന്റെ ഭർത്താവിന്റെ കൈകാലുകൾ വെട്ടിയെരിക്കപ്പെട്ടത് മയ്യഴിപ്പുഴയിലൂടെ ഒഴുകി നീങ്ങുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ ഒരു പാവപ്പെട്ട അമ്മ വീട്ടിൽ വരുമ്പോ കൊച്ചു വയസ്സുള്ള 11-12 വയസ്സുള്ള പൊന്നുമോള് ജനൽ കമ്പിയിൽ അവളെ തൂങ്ങിക്കിടക്കുന്ന കയറുകളിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആ പൊന്നുമോള് ക്രൂരമായി മാനഭംഗം ചെയ്യപ്പെട്ടു അത്രേ. ആ പോലീസ് അധികാരികൾ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കോടതിയിലെ വാദപ്രതിവാദത്തിന്റെ ഒടുവിൽ കോടതി പറഞ്ഞു അത്രേ, ഇത് പ്രതിയല്ല, നിരുപാധികം വിട്ടയക്കുന്നു. ആ സമയത്ത് കോടതിയുടെ മുമ്പിൽ ആ പ്രിയപ്പെട്ട അമ്മ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്റെ മകള് കൊല ചെയ്യപ്പെട്ടു പോയി, എല്ലാവരുടെയും മുമ്പിൽ എന്റെ മകള് ജനലിൽ തൂങ്ങി നിന്നുപോയി, എന്റെ മകൾക്ക് എവിടെയാണ് നീതി ഉണ്ടാവുക? ആ ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിൽ ഒരു പെണ്ണ് മാനഭംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്, അവളെ കെട്ടി തൂക്കിയിട്ടുണ്ട്, പക്ഷെ ഇന്നേ വരെ പ്രതിയാരെന്നറിയില്ല. സഹോദരായി ഭൂമിയുടെ ദുർബലമായ വ്യവസ്ഥിതികളിൽ രക്ഷപ്പെടുന്നവന് നാളെ ഈ തകർക്കപ്പെട്ട പെണ്ണിന് നീതി കിട്ടണ്ടേ, കൊല ചെയ്യപ്പെട്ട പെണ്ണിന് നീതി കിട്ടണ്ടേ. ആ കിട്ടുന്ന ലോകത്തിന്റെ പേരാണ് മഹ്ശറ. സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത ജഡ്ജിയെ വിലക്കെടുക്കാൻ കഴിയാത്ത, ഒരാളെ പോലും നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് മാറ്റാൻ കഴിയാത്ത ലോകത്തിന്റെ ഒരു കോടതിയുണ്ട്. ആ കോടതിയാണ് പരലോകത്തിന്റെ കോടതി. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അല്ലാഹു ലോകത്തിലെ ഏറ്റവും അതിവേഗ കോടതിയുടെ ഉടമസ്ഥനാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അങ്ങനെ ഒരു ഭയമുള്ള ആൾക്കാണ് ലോകത്തിലെ നന്നായി ജീവിക്കാൻ കഴിയുക, നല്ലവനായി ജീവിക്കാൻ കഴിയുക. ലോകത്ത് നീതിബോധത്തോടെ ജീവിക്കണമെങ്കിൽ ആ വിശുദ്ധമായ ഖുർആനിന്റെ വഴികളിലൂടെ, ഖുർആൻ വഴികാട്ടിയതിലൂടെ നടന്നു പോകണം. സഹോദര സഹോദരി, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീന എന്ന റിപ്പബ്ലിക്കിലൂടെ പാതിരാ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു തആല നടന്നു പോകുമ്പോ ഒരു കുടിലിന്റെ ഉള്ളിൽ നിന്നൊരു പാവപ്പെട്ട കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോ പാതിരാ സമയത്ത് ആ കുടിലിന്റെ ഉള്ളിലൂടെ ഒളിഞ്ഞു നോക്കുന്ന സമയത്ത് ഉമ്മയുടെ മടിത്തട്ടിലിരുന്ന പെണ്ണുകൾ കരയുകയാണ്. ആ ഉമർ റളിയല്ലാഹു അൻഹു, വേഷപ്രസന്നനായ ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ അന്തി ഉമ്മിസൂ, ലോകത്തിലെ ഏറ്റവും ദുഷ്കർമ്മിയായ ഉമ്മ നിങ്ങളാണല്ലോ. ആ ചോരപ്പൈതലും മടിത്തട്ടിലിരുത്തി കരയുമ്പോ നിങ്ങളുടെ ഹൃദയം പിറക്കുന്നില്ലേ?
ആ ഉമ്മ തന്നെ മുമ്പിൽ നിൽക്കുന്നൊരു ഉമറാണെന്നറിയാതെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ ഉമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഈ പറയുക? നിങ്ങൾ അറിഞ്ഞില്ലേ ഈ നാടിന്റെ ഭരണാധികാരിയായ ഉമർ മുലകുടി പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് റേഷൻ അനുവദിക്കില്ലെന്ന് നിയമം പാസാക്കി. എന്റെ കുഞ്ഞിന്റെ മുലകുടി നിർത്താൻ എന്റെ കുഞ്ഞിന്റെ മുലകുടി പ്രായം കഴിഞ്ഞവർക്കേ റേഷനുള്ളൂ എന്ന് നിയമം പാസാക്കി. എന്റെ കുഞ്ഞ് മുലപ്പാലിന് വേണ്ടി കരയുകയാണ്, ഞാൻ അവന്റെ മുലകുടി നിർത്താൻ പാടുപെടുകയാണെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ റളിയല്ലാഹു തആല അത്ഭുതപ്പെട്ടു പോയി. ശരിയാണ്, ആമുർ റമാദ എന്ന് പേരുള്ള വലിയൊരു ക്ഷാമം പിടികിട്ടപ്പോ, അവിടെ ഭക്ഷ്യക്ഷാമം വന്നപ്പോ ഉമർ റളിയല്ലാഹു തആല ഉത്തരവിറക്കി, മുലകുടി പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് റേഷനുള്ളൂ, മുലപ്പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലുണ്ടല്ലോ. ആമുർ റമാദയുടെ ക്ഷാമകാലത്ത് ഹബീബായ നബി തങ്ങളുടെ സഹാബി അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോ, പാതിരാ സമയത്ത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, മഹാനായ ഉമർ റളിയല്ലാഹു തആല അത് കേട്ട് നെറ്റിത്തെരിച്ചു വീട്ടിലേക്ക് പോയി. രാവിലെ സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോ രാജ്യത്തിന്റെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിൽ പൊട്ടി പൊട്ടി കരയുകയാണ്. എന്തെന്നറിയുമോ? വിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തു സാഫാത്തിലെ ഒരായത്ത് ഓതിയപ്പോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ മാ ലക്കും ലാ തനാസറൂൻ. വഖിഫൂഹും, നാളെ പരലോകത്തെത്തുമ്പോ അല്ലാഹു പറയും, വഖിഫൂഹും, നിൽക്കവിടെ, ഇന്നഹും മസ്ഊലൂൻ, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ പോവണ്ടെന്ന് പടച്ചവൻ പറയുന്നു. ഹിസാബിനെ കുറിച്ച് പറയുന്ന ഖുർആനിന്റെ ആയത്ത് ഓതിയപ്പോ സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കരയാൻ തുടങ്ങി. അവസാനം ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നു. അവസാന നിസ്കാരം കഴിഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, എന്തിനാണ് ഇவ்விதം കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞ മറുപടി, ഇന്നലെ രാത്രി ഞാൻ ഇതിലൂടെ നടന്നു പോകുന്ന സമയത്ത് എന്റെ ഒരു തീരുമാനത്തിന്റെ പേര് ഉമ്മയുടെ മടിത്തട്ടിലിരുന്നൊരു പിഞ്ചിളം പൈതലിന്റെ കരച്ചിൽ ഞാൻ കേട്ടു. കത്തല ഉമറു മിൻ ഔലാദിൽ മദീന, മദീനയിലെ എത്രയെത്ര കൊച്ചു കുഞ്ഞുങ്ങളാണ് ഉമർ കാരണത്താൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവുക. അല്ലാഹുവേ, നാളെ പരലോകത്തെത്തുന്ന നേരത്ത് ഉമറേ നിൽക്കവിടെ, ഉമറേ നിൽക്കവിടെ, എന്റെ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പടച്ചവൻ പറയുമ്പോ, ഇതിനു മറുപടി പറയാതെ ഉമറിനൊരു കാല് മുമ്പോട്ട് വെക്കാൻ കഴിയോ എന്ന് പറഞ്ഞിട്ട് മസ്ജിദ് നബവിയുടെ സുബഹി നമസ്കാരത്തില് കാലിരുമ്പിനേക്കാൾ കരുത്തുള്ള ഹൃദയത്തിന്റെ ഉടമയെന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ഉമർ റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞത് സൂറത്ത് സാഫാത്തിലെ ഒരായത്ത് ഓർത്തിട്ടാണ്. വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ, നിൽക്കവിടെ, സമാധാനം പറഞ്ഞിട്ട് പോയാൽ മതി, പറഞ്ഞിട്ട് പോയാൽ മതി. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിനാണ്. ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യനെ സൃഷ്ടിച്ചത് ഖുർആൻ കാണിച്ച വഴിയിലൂടെ നടന്നപ്പെടാൻ. ആരാണ് ഉമർ? പറഞ്ഞാൽ തീരില്ല. മഹാനായ സയ്യിദിനാ ഉമർ, സയ്യിദിനാ ഉമർ റളിയല്ലാഹു തആല അൻഹു ലോകത്തിലെ ഏറ്റവും നല്ല രാജാവിനെ സൃഷ്ടിച്ചത് ഖുർആനാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ഖലീഫ, ഏറ്റവും നല്ല നാടുവാഴിയെ സൃഷ്ടിച്ചത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ആ ഖുർആനിന്റെ പരലോകത്തേക്കുള്ള വഴികാട്ടലിൽ അവരുടെ ഹൃദയം മുടക്കി നിന്നപ്പോ അവര് ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായി, ഏറ്റവും നല്ല മനുഷ്യർ, ഏറ്റവും നല്ല ഭരണാധികാരി, ഏറ്റവും നല്ല ഭരണാധികാരി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വെള്ളിയാഴ്ച പള്ളിയുടെ മിമ്പറിൽ നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല കരയാൻ. വെള്ളിയാഴ്ച പള്ളിയുടെ മിമ്പറിൽ നിൽക്കുമ്പോ പള്ളിയുടെ മെമ്പറിൽ നിന്നിട്ട് കരയാൻ. ഖത്തീബല്ല, ഉമർ റളിയല്ലാഹു തആല രാജാവാണ്, പ്രസിഡന്റാണ്, മുഖ്യമന്ത്രിയാണ്, കരയാണ്. എന്താ കാരണം?
നമുക്കതൊരു റൊമാൻറ്റിക് ഭാവനയ്ക്ക് പോലും അങ്ങനെ ഒരു സങ്കല്പത്തിലേക്ക് എത്താൻ പറ്റില്ല. ലോക ചരിത്രത്തിൽ അങ്ങനെ ഒരു മനുഷ്യനെ കാണാൻ പറ്റില്ല. ആരാണ് ഈ പരിവർത്തനത്തിന്റെ പുറകിൽ? ആരാണ് ഈ പരിവർത്തനത്തിന്റെ പുറകിൽ? അവിടേക്കാണ് നമ്മൾ കടന്നു ചെല്ലേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പള്ളിയിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഉമർ റളിയല്ലാഹു കരയാൻ. എന്തേ ഉമറെ കരയുന്നത്? ആ സമയത്താണ് പറഞ്ഞത്, എന്റെ അധികാരപതയുടെ അങ്ങേറ്റത്തുള്ള ഇറാഖിലെ ദിജ്ല നദിയുടെ തീരത്തുകൂടി അവിടെ ഒരു വെള്ളപ്പൊക്കമുണ്ടാവുകയും ആ വെള്ളപ്പൊക്കമുണ്ടായി ദിജ്ല നദിയുടെ തീരത്തും മണ്ണിടിച്ചിലുണ്ടായി വഴിയടിഞ്ഞ് താഴോട്ട് പോകുന്നുണ്ട്. ആ ദിജ്ല നദിയുടെ തീരത്തുകൂടി ഒരു ആട്ടിൻകുട്ടി നടന്നു പോവുകയും വെള്ളപ്പൊക്കമുണ്ടായിട്ടും മണ്ണിടിച്ചിലുണ്ടായി ആ ഭിത്തിയുടെ കെട്ട് തകർന്നു പോയി. ആ ദിജ്ല നദിയിലെ ആട്ടിൻകുട്ടി എങ്ങാനും വീണ് ചത്തുപോയാൽ പടച്ചവന്റെ പരലോകത്ത് ഉമർ സമാധാനം പറയേണ്ടി വരില്ലേ എന്നോർത്തിട്ടാണ് മദീന തിരിന്ന് ഞാൻ കരയുന്നതെന്ന്. കൺമുമ്പിലല്ല, തലസ്ഥാന നഗരിയിലല്ല. സഹോദരങ്ങളെ, നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ദേശീയപാത നിർമ്മാണം ഇങ്ങനെ നടന്നു പോകുമ്പോ അതിന്റെ സൈഡ് ഭിത്തികൾ ഇടിഞ്ഞിട്ട് പാവപ്പെട്ട പിക്കപ്പിന്റെ ഡ്രൈവർ മരിച്ചു പോകുന്ന, നൂറുകണക്കിന് യാത്രക്കാരുടെ സുരക്ഷകൾ, ജീവനുകൾ അപകടത്തിലാകുന്ന പുതിയ കാലത്ത് നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ തന്റെ തലസ്ഥാന നഗരമായ ക്യാപിറ്റൽ സിറ്റിയായ മദീനയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഇറാഖിന്റെ തീരത്തുള്ള ദിജ്ല നദിയില് വെള്ളപ്പൊക്കമുണ്ടായി. നദിയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുപോയി. അതിലെ നടന്നു പോകുന്ന മനുഷ്യനല്ല, ഒരാട്ടിൻകുട്ടി ചത്തുപോയാൽ ഉമർ എന്ത് സമാധാനം പറയുമെന്ന് പറഞ്ഞ് മദീനയിൽ ഇരുന്ന് കരയുന്ന ഖലീഫ. ഒന്നാലോചിച്ചു നോക്ക്. കേരള കർണാടക സംസ്ഥാന അതിർത്തി പങ്കിടുന്ന മംഗൾപാടിയിലെ ഒരു നദിയുടെ തീരത്തുള്ള സംരക്ഷണ ഭിത്തി ഇരിഞ്ഞ് അതിലൂടെ നടന്നു പോയ ഒരാട് ചത്തുപോയതിന്റെ പേര് തിരുവനന്തപുരത്ത് നിയമസഭയിൽ ഇരുന്നിട്ട് മന്ത്രിമാര് കരയുക. ചിന്തിക്കാൻ കഴിയുമോ നമുക്ക്? അങ്ങനെ ഒരു ഭരണാധികാരിയെ, ആ ഭരണാധികാരിയിലേക്ക് വഴികാട്ടിയ പരിവർത്തനത്തിന്റെ ഗ്രന്ഥത്തിന്റെ പേരാണ് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ അവിടേക്ക് എത്തിക്കട്ടെ. ഈ റമളാൻ ഖുർആനിലൂടെ നമുക്ക് ഈ പരിവർത്തനം ഉണ്ടാവണം. ഖുർആൻ പാരായണത്തിലൂടെ നമ്മുടെ ഹൃദയത്തിന്റെ അഴുക്കുകൾ മാറണം. അങ്ങനെ നമ്മൾ ഖുർആനിന്റെ ഹാദിമീങ്ങളാവണം. അല്ലാഹുവേ, അല്ലാഹുവേ, നീ ഞങ്ങളെ എവിടെ എത്തിക്കണേ തമ്പുരാനെ. അഴിമതിയുടെ കണക്കുകൾ ഞാൻ ഇപ്പൊ ഇത് പറയാൻ പറ്റൂല, കാരണം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് വരണത് കൊണ്ട് നിങ്ങളിപ്പോ ഇതിനെ വേറെ പലതുമായിട്ട് ബന്ധപ്പെടുന്നു. നമ്മളിപ്പോ പറയണതിന് വേറെ വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പുതിയ കാലത്ത് ഇപ്പൊ എല്ലാ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പയറ്റ് നടക്കുന്ന സഭയാണ്. എനിക്കിപ്പോ ആരും പ്രശ്നമല്ല, ഇമ്മ UDF ഇമ്മ LDF, നമുക്ക് രണ്ടും ആർക്കും വേണ്ടി പറയുന്ന ആളല്ല. പക്ഷെ പറയുമ്പോ നിങ്ങൾ അതിനെന്ത് ചെയ്യും? കണക്ഷൻ ചെയ്യും. ആ കണക്ഷൻ പൊതുമുതലുകൾ എവിടെയാണ് ഈ പരിവർത്തനം ഉണ്ടായത്? ആരാണ് ഇവർക്ക് വഴി കാണിച്ചു കൊടുത്തത്? ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് വഴി കാണിച്ചു കൊടുത്തത് ആരാണ്? 10 ദിവസത്തെ മോട്ടിവേഷൻ ക്ലാസ് ആണോ? ഉമർ റളിയല്ലാഹു അൻഹു. നിങ്ങളൊന്നും ഒന്നിനെ ഒന്നോട് ബന്ധപ്പെടുത്തണ്ട. ചില പറയട്ടെ, ഇത് പടച്ചോനെ നിങ്ങളൊന്ന് തല പോലും ആട്ടാത്തത് എന്താ? ഒന്നൊന്നൊന്ന് അനങ്ങി. എന്നാലും ഈ പ്രസംഗം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒന്നും ഇടയ്ക്കൊരു നാടൻ വർത്താനം പറയാം. ഓൾറെഡി സമയം പോയി. അത് കൃത്യമായിട്ട് അവസാനിപ്പിക്കണം. വിഷയത്തോട് നീതി പുലർത്തണം. അതുകൊണ്ടാണ് ഒരു സാധാരണ വർത്താനം പോലും പറയാത്തത്. നിങ്ങളിങ്ങനെ വളരെ ഗൗരവത്തില് ഇപ്പൊ പ്രസംഗം തന്നെ ഒരു വെല്ലുവിളിയാണ്. വരാതാ ബൈനഹുമാ ഹിജാബും വാലൽ അറാബി റിജാൽ. താഴെ കുറെ ആളുകള്, മേലെ കുറെ ആളുകള്, സ്വർഗത്തിന്റെ തട്ടുപോലെ അപ്പുറത്ത് ഇപ്പുറത്ത് വലതു ഭാഗത്ത് മുഅ്മിനാത്തുകൾ. എല്ലാരോടും നമ്മൾ ഈ അഭിസംബോധന ചെയ്യണം. ഒന്നാമത്തെ സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ നാടൻ വർത്താനത്തിലേക്ക് പോകാത്തത്. വിശുദ്ധമായ ഖുർആനിനെ സ്നേഹിക്കുക എന്നത്. എന്തിനാണ് നമ്മുടെ മഹല്ലിന്റെ കീഴിൽ ഇത്രയും ചെലവിൽ ഒരു അറബി കോളേജ്? എന്തിനാണ് ഇവരെ പഠിപ്പിക്കുന്നത്? എന്തിനാണ് ഇവരെ പഠിപ്പിക്കുന്നത്? ആ ചോദ്യത്തിനൊക്കെ ഒത്തിരി 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 ഉദാഹരണങ്ങളുണ്ട്. ഒത്തിരി ഒത്തിരി ഉദാഹരണങ്ങൾ. ഹബീബ നമ്മളെന്ന് പറയുന്ന ഒരു മനുഷ്യനെ
നല്ല മനുഷ്യനാക്കി മാറ്റണമെങ്കിൽ ആ വഴികാട്ടി ഖുർആനായിരിക്കണം. ഖുർആനിന്റെ വഴിയിലൂടെ നടന്നാല് ഒരു നല്ല മനുഷ്യനുണ്ടാവും, ഒരു നല്ല സ്ത്രീ ഉണ്ടാവും. ഒരു നല്ല സ്ത്രീ ഉണ്ടാകണമെങ്കിൽ എവിടെ പോകണം? സൂംബ ഡാൻസ് കളിച്ചുണ്ടാവൂല. ഒരു നല്ല സ്ത്രീ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആരുടെ മുമ്പിലാണ്? ഏത് ഉപദേശത്തിന്റെ മുമ്പിലാണ്? ഏത് ഉപദേശത്തിന്റെ മുമ്പിലാണ് സഹോദര സഹോദരി? ഇപ്പൊ ഖുർആനിനെ മുഴുവനും പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ വിപുലമായി പറയാൻ കഴിയില്ല. എന്റെ ശബ്ദം കേൾക്കുന്നവരോട് പ്രിയപ്പെട്ട സഹോദരി, ഒരേ ഏറ്റവും നല്ല സ്ത്രീ ഉണ്ടാകുന്നത് എവിടെയാ? ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ ആരാ? ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീ ആരാ സഹോദരി? ഏറ്റവും നല്ല സ്ത്രീ ആരാ? ഐശ്വര്യ റായ്, ലാറാ ദത്ത, യുക്താമുഖി, ഇങ്ങനെ നമുക്കറിയാവുന്ന ധാരാളം ആളുകളുണ്ട്. മദർ തെരേസ, അൽഫോൻസാമ്മ, ഇങ്ങനെ എല്ലാവരും വാഴ്ത്തപ്പെടുന്ന ആളുകളുണ്ട്. എന്നാൽ ലോകചരിത്രത്തിലെ ഏറ്റവും നല്ല സ്ത്രീകൾ ആരെന്നറിയോ? ആ സ്ത്രീകള് ശരീര സൗന്ദര്യ പ്രദർശന മത്സരത്തില് സമ്മാനം മോഹിച്ചു പുമറേനിയെ പട്ടിക്കുഞ്ഞുങ്ങളെ മടിത്തട്ടിലിരുത്തി പാലൂട്ടിയിട്ട് സൗന്ദര്യ റാമ്പുകളിൽ ലോകത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യപട്ടം നേടിയ റാണിമാരല്ല, ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകളാരെന്നറിയോ? നേമൻ നിസാഉ നിസാഉൽ അൻസാർ. ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകൾ അൻസാരിയത്തായ സ്ത്രീകളാ. ലോകത്തിലെ ഏറ്റവും നല്ല സ്ത്രീകളും മദീനയിലെ സ്ത്രീകളാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. മദീനയിലെ സ്ത്രീകൾ ഏറ്റവും നല്ല സ്ത്രീകളായത് ഏതതിന്റെ പേരിലാ? അവരുടെ പ്രതിശീർഷ വരുമാനത്തിന്റെ പേരിലല്ല, അവരുടെ ഇൻസ്റ്റയുടെ ഫോളോവേഴ്സിന്റെ ആധിക്യത്തിലല്ല, 10 മില്യൺ വ്യൂവേഴ്സ് ഉണ്ടായിട്ടല്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആ സ്ത്രീകളെ ഏറ്റവും നല്ല സ്ത്രീകളായത് എങ്ങനെന്നറിയോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങി, വകുല്ലിൽ മുഅ്മിനാതി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന. ഓ നബിയേ, വകുല്ലിൽ മുഅ്മിനാതി, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്ക് നബിയേ, യഗ്ളുന മിൻ അബ്സാരിഹിന്ന, അവരുടെ കണ്ണുകളെ സൂക്ഷിക്കാൻ പറയും നബിയേ. ഹിജാബിന്റെ ആയത്തിറങ്ങിയപ്പോ, തലയും മുഖവും മറക്കണമെന്ന ആയത്തിറങ്ങിയപ്പോ, ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ പോയിട്ട് അവരാരും ചോദിച്ചില്ല നബിയേ, ഈ ആയത്ത് മൻസൂഖാണോ? ഈ ഹദീസ് ലൈഫാണോ? ഇതിന്റെ സനദുകളുണ്ടോ? ഇത് മുത്തസിലാണോ? ഇത് മുൻഫസിലാണോ? ഇസ്ലാമിന്റെ കർക്കശമായ വിധി വന്നപ്പോ ഹബീബായ നബി തങ്ങൾ മദീനത്തെ പള്ളിയിൽ സഹാബത്തിനോട് ഓടിക്കൊടുത്തു, സഹാബാ, നിങ്ങളുടെ സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറയണേ, അവരുടെ കണ്ണുകളെ താഴ്ത്താൻ പറയണേ. ആ സമയത്ത് അൻസാരികളായ സ്ത്രീകള് അവര് പുതച്ചു വെച്ചിരിക്കുന്ന പുതപ്പുണ്ടല്ലോ, തണുപ്പുള്ള മദീനയില് പുതയ്ക്കാൻ ഉപയോഗിച്ച പുതപ്പ് കീറിയിട്ട് അവര് ടൈലറില്ലെന്ന് പറഞ്ഞില്ല, അത് തയ്ച്ചു കിട്ടിയില്ലെന്ന് പറഞ്ഞില്ല, റമളാനാകട്ടെ എന്ന് പറഞ്ഞില്ല. ഖുർആനിൽ ഒരു ആയത്തിന്റെ നിയമം ഇറങ്ങിയപ്പോ അവര് പുതച്ച് മദീനത്തെ കൊടുമ്പിരി കൊള്ളുന്ന തണുപ്പത്ത് പുതച്ചു വെച്ചിരിക്കുന്ന പുതപ്പ് വലിച്ചു കീറിയിട്ട് അവരുടെ മുഖം ഇങ്ങനെ മറച്ചു കിട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങളിതാ ഹിജാബ് അണിഞ്ഞു നബിയേ. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, തലമറക്കണമെന്ന ആയത്തിറങ്ങിയപ്പോ, ഹിജാബിന്റെ ആയത്തിറങ്ങിയപ്പോ, ടൈലറില്ല, കട തുറന്നില്ല, സമയമായില്ല, യാതൊരുവിധ പ്രതിഫലങ്ങളില്ല, കിടക്കുന്ന പുതപ്പ് പുതത്ത് കീറിയിട്ട് തലമറച്ച മുഖം മറച്ച മദീനത്തെ സ്ത്രീകളാണ് നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ. അവര് മദീനയിലെ സ്ത്രീകളെ ഏറ്റവും നല്ല സ്ത്രീകളാ. ഇൻസ്റ്റയിൽ ഒരു റീലിട്ടാലെന്താ, കല്യാണത്തിനൊന്ന് തുള്ളിച്ചാടിയാലെന്താ, എന്റെ കുടുംബക്കാരുടെ കൂടെയല്ലേ, തലേ ദിവസമല്ലേ, ഒരു റീലൊക്കെ എടുത്താൽ പ്രശ്നമെന്താ? ഇല്ല
ഇല്ല സഹോദരിയില്ല. പക്ഷേ ഇന്ന ജഹന്നമ കാനതു മിർസാദാ ലിത്വാഗീന മആബാ ലാബിദീന ഫീഹാ അഹ്ഖാബാ. നാളെ കത്തിക്കാളുന്ന നരകം പരലോകത്ത് നിന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഏറ്റവും നല്ല സ്ത്രീയെ സൃഷ്ടിച്ച ആ വഴികാട്ടിയുടെ പേരാണ് വിശുദ്ധ ഖുർആൻ. ഒറ്റ ആയത്ത്, കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന. പുതച്ചു കിടക്കണ പുറപ്പ് വലിച്ചേറിയിട്ട് ഒരു മുഖം മറച്ചു. ഇസ്ലാം എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്, പക്ഷെ ഉൾക്കൊണ്ടാൽ അതൊരു പുളകമാണ്. ലോകത്തിലെ ഏറ്റവും നല്ല പൊതുപ്രവർത്തകൻ, പൊതു ഖജനാവിനെ സ്വീകരിച്ച ആൾ. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നാമീം പറയും മനുഷ്യന്മാരെ, അള്ളാഹു നമുക്ക് ഇതിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അഗദിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി. ഇതിനകത്ത് ഇപ്പൊ ചൊല്ലാൻ പേടിക്കാനൊന്നുമില്ല. ഹസ്ബി റബ്ബി ജല്ലല്ല, എനിക്കെന്റെ റബ്ബ് മതി. ഇനിയിപ്പോ പേടിച്ചിട്ട് ചെല്ലാത്താണോ എന്ന് അറിഞ്ഞൂടാ. ആ താളം കേട്ടിട്ട് ഹസ്ബി റബ്ബി ജല്ലല്ല, എനിക്കെന്റെ റബ്ബ് മതി. മാഫി കൽബി ഗൈറുള്ള, എന്റെ കൽബില് എന്റെ ഹൃദയത്തില് റബ്ബല്ലാതെ മറ്റൊരാളില്ല. നൂറ് മുഹമ്മദ് സല്ലല്ലാഹ്, അള്ളാഹുവിന്റെ നൂറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഞാൻ സലാത്ത് ചൊല്ലുന്നു, അത്രേ ഉള്ളൂ. ഇതൊക്കെ പാരമ്പര്യമായി പരമ്പരാഗതമായി നമ്മുടെ തായ്വടിയിൽ പറഞ്ഞു തന്ന മനോഹരമായ, നമ്മുടെ നെഞ്ചിലുടക്കി നിന്ന ഒരു ആദർശത്തിന്റെ തൗഹീദിന്റെ മന്ത്രമാണിത്. ഇതെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. എങ്ങാനും എൻ്റെ വീട്ടില് പഴയ വീഡിയോ കോണിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആയിട്ട് മകൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ എൻ്റെ വീട്ടിൽ ഇത് കയറ്റിയാൽ മലക്കുകൾ ഈ വീട്ടിൽ കയറൂല. അതുകൊണ്ട് ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മൂമ്മമാരുണ്ട്, നമ്മളെ ദീൻ പഠിപ്പിച്ചു തന്നവര്. ഇപ്പൊ അവര് സ്വന്തം റീലിടാൻ തുടങ്ങി. ആ കെട്ട കാലത്താണ് നന്മ പറഞ്ഞു തരാൻ ഒരാൾ പോലും ഇല്ല. ഇതാണ് നന്മ, ഇതിലേടൊക്കെ നടക്കൂ എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ല. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അണ്ണൊന്ന് ഉറക്കെ പറയും. അധിക മനോഹര നൂറുല്ലാഹ് അഹ്മദ് നബിയിൽ സല്ലല്ലാഹ് അഗദിദയാലു ഹബീബുല്ലാഹ് ആമന്നാ ബിറസൂലില്ലാഹ്. ഉറക്കെ ഹസ്ബി റബ്ബി. മെല്ലെ നനങ്ങിയിട്ടുണ്ട്. ബദറിരുമികന്തൊരു ശോഭനബി ബീവി ആമിനത്തന്റെ സബി വലതുല്ലമീനായി വന്ന നബി ആമന്നാ ബിറസൂലില്ലാഹ് ഹസ്ബി റബ്ബി. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും മനോഹരമായ കവിത, ലോകത്തിലെ ഏറ്റവും മനോഹരമായ കവിത ഏതാ? ലോകത്തിലെ ഏറ്റവും മനോഹരമായ കവിത ഏതാ? പൊട്ടാനി മുന്തുള്ളി ഫിഞ്ചോരക്കട്ട പിന്നീന്ന് കാഷ്ടം ചുമന്നൂരു കൊട്ട റൂഹൊന്നു വിട്ടാൽ ചത്ത ചകമല്ല പൊട്ട പറനിന്റുടൽക്കെന്ത് ബഹുമാനം പൊട്ട. കേട്ടിട്ടുണ്ട് ആരെങ്കിലും? ഇല്ല. ഇത് കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപൊക്കിക്കാൻ നോക്കട്ടെ. അല്ലാഹു അലൈസ മിൻകും റജുലുൻ റഷീദ്. ആരോ ഒരാൾ വായിക്കല് കൈ. ഇത് കേട്ട ആരെങ്കിലും ഉണ്ടെന്ന് കൈപൊക്കി. ഒന്ന്. രണ്ട്. വഖാല റജുലു മുഅ്മിനും മിൻ ആലി ഫിർഔന യക്തുമു ഈമാനഹു. എപ്പോഴും ഒരാളെങ്കിലും രണ്ടാളെങ്കിലും ഒരു വിശ്വാസത്തിന്റെ കണിക ചരിത്രത്തിൽ ഉണ്ടാകുന്നതാണ്. എന്താ ഇത്?
എന്താ ഇത്? കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കാൻ പറഞ്ഞതല്ല. കൗമാരത്തെ മുഴുവനും ഹൃദയത്തെ കീഴടക്കിയ ഈ റാപ്പി മ്യൂസിക്കിന്റെ നടുവിലല്ല ഇത്. ഇത് ഖുർആൻ, ഇത് ശുജായി മൊയ്ദ് മുസ്ലിയാർ പാടിയതാണ്. ഫൊട്ടാ നീ മുന്തുള്ളി ഫിഞ്ചോരക്കട്ട ഫിന്നീന്ന് കാഷ്ടം ചുമന്നൂരു കൊട്ട. ഞാൻ പറയണ മനസ്സിലാവണുണ്ടോ? എനിക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. ഇത് സുജായി ചോദിക്കാൻ, എടാ മനുഷ്യ, നീ വലിയ അഹങ്കാരത്തിൽ നെഞ്ചും പിരിച്ച് ഇങ്ങനെ നടക്കുകയല്ലേ, നീ ആരാന്ന് നിനക്കറിയാമോ? ഫൊട്ട നീ മുന്തുള്ളി ഫിഞ്ചോരക്കട്ട. എടാ മനുഷ്യ, എടാന്ന് നിങ്ങളെ എന്നെ വിളിക്കാനായിട്ട് എന്റെ ഇടയ്ക്കിടെ വേണം ഇറങ്ങി പോവാൻ. എടാ പൊട്ടാന്നല്ല, ഫായാണ് ഫൊട്ട. നീ ആരാടാ? വലിയ നെഞ്ചും വിരിച്ചു ഞാൻ വലിയ ആളാണെന്നും പറഞ്ഞ് ഇങ്ങനെ നടന്നാൽ ഫിർഔനിനെ മാതിരി. ഫിർഔൻ മാത്രമേ ചത്തിട്ടുള്ളൂ. ഫിർഔന്റെ ഫോട്ടോ സ്റ്റാറ്റ് എപ്പോഴും ഉണ്ടാകുന്നതാണ് ഖുർആൻ. കദാലിക ജഅൽനാ ഫീ കുല്ലി ഖറിയത്തിൻ അകാബിറ മുജ്രിമീഹ എന്നാണ്. എല്ലാ ഖറിയയിലും ഒരു ഫറോവയെ പോലെയുള്ള ചിന്താഗതികളുള്ളവർ ലോകത്തുണ്ടാകുമെന്നാണ്. ഏകാധിപത്യം, സർവാധിപത്യം, സ്വേച്ഛാധിപത്യം, അതിന്റെ വിശ്വാസങ്ങൾ എപ്പോഴും ഉണ്ടാവും. നീ ആരാണ് നെഞ്ചും വിരിച്ച് ഞാൻ എന്ന് പറയാൻ? നീ ആരാ? നീ ഒരു കാലത്ത് ചേർത്ത് പിടിച്ചാൽ ഒട്ടിപ്പിടിക്കുന്ന, കണ്ടാലുടൻ തുടച്ചു മാറ്റാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു ഇന്ദ്രിയ തുള്ളിയായിരുന്നു നീ നിന്റെ ജനനത്തിന് മുമ്പ്. ഇപ്പൊ നീ ആരാ? ഫിന്നീന്ന് കാഷ്ടം ചുമന്നൂരു കൊട്ട. കുറെ കാഷ്ടവും ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരുമാതിരി മൊബൈൽ ടോയ്ലറ്റ് ആണ്, അതിനപ്പുറത്തോട്ട് വേറൊന്നുമില്ല. റൂഹൊന്ന് വിട്ടാൽ ചത്ത ചകമല്ല ഫൊട്ട. ഈ ശരീരത്തിൽ നിന്ന് റൂഹ് വിട പറഞ്ഞു പോയാൽ തണുത്ത് മരവിച്ച് ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ ഉമ്മറപ്പടിയിൽ മലത്തിക്കടത്തിയ ഒരു മൃതദേഹമാണ് നീ എന്ന് ശുജായി പാടുകയാണ്. ഇതെന്താ ഇത്? ഇത് ഖുർആന്റെ ഒരായത്തിനെ കവിതയായപ്പോൾ ഉണ്ടായ മനോഹരമായൊരു സംഗീതമാണ്. മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചത് എവിടെയാണെന്ന് നീ നോക്കുന്നില്ലേ? അത് ശുജായി മൊയ്ദ് മുസ്ലിയാർ കവിതയാക്കി. ഖുർആനിനെ പോലൊരു സംഗീതം വേറെ എവിടെയാ ഉള്ളത്? ഞാൻ എന്റെ പുതിയ തലമുറയോട് പറയാൻ, ഖുർആനിനെ പോലെ മനോഹരമായൊരു സംഗീതം വേറെ എവിടെയുള്ളത്? ശുജായി നിർത്തിയിട്ടില്ല. പകൽ കണ്ണടച്ചാൽ ഉരുളാമോ പൊട്ട, പന്തം തെളിച്ചാൽ ഫജ്റാമോ പൊട്ട, നട്ടാൽ പുൽ നെല്ല് വിളയുമോ പൊട്ട, നാരായം വിട്ട ചുറ്റുമോ പൊട്ട. പകൽ കണ്ണടച്ചാൽ ഇരുളാമോ പൊട്ട. എടാ പൊട്ട, നിങ്ങളല്ലാട്ടാ. എടാ പൊട്ട, പകല് കണ്ണടച്ചാൽ ഇരുട്ട് വരുവോ? പകല് കണ്ണടച്ചാൽ ഇരുട്ട് വരുവോ? ഇല്ല. പന്തം തെളിച്ചാൽ ഫജ്റാമോ പൊട്ട. രാത്രിയിൽ പന്തം കൊളുത്തിയാൽ പകലാകുവോ? ഇല്ല. രണ്ടേ രണ്ടായത്ത് മനോഹരമായ കവിത. നിങ്ങൾ ഈ ഖുർആനിനെ കുറിച്ച് നമ്മൾ എന്നാ മനസ്സിലാക്കിയത്? ഇത് മരിച്ചെടുത്ത് ഓതാൻ മാത്രമുള്ളതാന്ന് അല്ല. ഇത് ജീവിച്ചിരിക്കുന്നവർക്ക് ഗുണപാഠമായി വഴികാട്ടിയാകുമ്പോഴാണ് മരണശേഷം അത് പ്രയോജനം ചെയ്യുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ പറയ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കെ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ലോകത്തിലെ ഏറ്റവും നല്ല സംഗീതം ഖുർആനാണ്. ലോകത്തിലെ ഏറ്റവും നല്ല മനോഹരമായി. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുമോ എന്ന് എനിക്കറിയില്ല. നമുക്കൊക്കെ അത്ഭുതത്തോടെ നമ്മൾ നോക്കി നിൽക്കാറുണ്ട്. പണ്ട് കാലത്ത് ഈ KPSCയുടെ നാടകമുണ്ട്, നാറാണത്ത് ഭ്രാന്തൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ല് മേലോട്ട് ഉയർത്തിയിട്ട് വൈകുന്നേരമാകുമ്പോൾ മുകളിൽ വന്ന കല്ല് താഴോട്ട് ഉരുട്ടി വിട്ടിട്ട് കൈ പൊട്ടിച്ചിരിക്കുക. ഇതാണ് നാറാണത്ത് ഭ്രാന്തൻ എന്ന KPSCയുടെ നാടകം. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇത്രയ്ക്ക് മുത്തക്കിങ്ങളാ ശ്രീകാരി. അത് കണ്ടിട്ടില്ല എന്ന് ചോദിക്കുമ്പോ ആര് എന്തൊക്കെ? പഴയ KPSCയുടെ നാടകം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. ഞാൻ ഖുർആനെ പറയാനാ KPSCയുടെ നാടകത്തെ പറയുന്നത്. ഈ മലയാളത്തിന്റെ നാടക സങ്കല്പത്തിലെ ഏറ്റവും മനോഹരമായ കഥാപാത്രമാണ് നാറാണത്ത് ഭ്രാന്തൻ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ലുരുട്ടി മുകളിൽ കയറ്റുക, വൈകുന്നേരം ആകുമ്പോൾ ഉരുട്ടി താഴോട്ട് വിടുക. ഇതാരെ കുറിച്ചാ? ഈ KPSCയുടെ നാടകം കണ്ട് അത്ഭുതപ്പെട്ടവരോട് 1400-1500 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഓതി പറയുകയാണ്,
വലാ തകൂനൂ കല്ലതീന കളത് ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാഥാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് ചുറ്റിയിട്ട് വൈകുന്നേരം അതിനെ തിരിച്ച് കറക്കുന്ന പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത്. ഇതാണ് നാരായണത്ത് പ്രാന്തൻ. വലാ തകൂനു സൂറത്ത് ഖുർആനിലെ സൂറത്ത് റഅദ് അതല്ലേ കുഞ്ഞുങ്ങളെ അല്ലേ? റുബമയുടെ അവസാനം വലാ തകൂനു കല്ലതി നഖലത് ഗസ്ലഹാ മിൻ ബഅദി ഖുവത്തിൻ അൻകാഥാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നൂല് ചുറ്റിയിട്ട് വൈകുന്നേരം അത് തിരിച്ച് കറക്കി കളയുന്ന പെണ്ണിനെ പോലെ നിങ്ങൾ ആവരുത് എന്ന് പറയുന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആനിലൂടെ നടക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ വിശാലമായൊരു വിഷയം, വളരെ വിശാലമായൊരു വിഷയമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, 1 മുതൽ 10 വരെ നമ്മളെ എണ്ണാൻ പഠിപ്പിച്ചാരാ? ആരാ? 1 മുതൽ 10 വരെ എണ്ണാൻ പഠിപ്പിച്ചാരാ? ഖുർആൻ അല്ലേ? എന്നാ എണ്ണങ്ങള് ഖുർആനാന്നല്ല എന്നാ എണ്ണി പറയും. ആരാ 1 മുതൽ 10 വരെ എണ്ണാൻ പഠിപ്പിച്ചാരാ? നമ്മൾ പറയും LKG പോയപ്പോ ടീച്ചർ ഇങ്ങനെ ബോർഡ് എഴുതി തന്നു 1 2 3 4 നമ്മൾ എണ്ണി പഠിച്ചു. എന്നാൽ നിങ്ങൾ എൻ്റെ കൂടെ എണ്ണിയും 1 മുതൽ 10 വരെ അറബിയിൽ എണ്ണാൻ അറിയാവുന്ന ആരുണ്ട്? അത് കൈവക്കുക. മുത്തലിങ്ങളല്ലേ? ഇവിടെ ഉണ്ട്. ഗൾഫിൽ പോയൊരു ഉംറ വിസക്കാരൻ എണ്ണൊക്കെ അറിയാം ഇല്ലേ? 1 മുതൽ 10 വരെ അറബി നമ്മൾ ഗൾഫിൽ പോകാൻ വേണ്ടി അറബി പഠിക്കും. അത് പഠിക്കാറുണ്ട്. മലപ്പുറത്ത് ഒരു അത്യാവശ്യം അറബി പഠിച്ചിട്ട് ഗൾഫിൽ പോയി. അവൻ കടയിൽ നിന്ന് അറബി വന്നിട്ട് ചോദിച്ചു കം റിയാൽ. അപ്പൊ ഇവൻ അറബ് റിയാൽ. അപ്പൊ അറബി ചോദിച്ചു ആഖിർ കലാം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എത്ര രൂപയ്ക്ക് വരും? അറബി ചോദിച്ചാൽ ആഖിർ കലാം. അപ്പൊ പാവപ്പെട്ട പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആഖിർ കലാമല്ലേ? അത്യാവശ്യം അറബി അറിയാമല്ലോ. ഞാൻ ഈ സമയത്ത് ഖുർആനിനെ പരിചയപ്പെടുത്തുകയാണ്. 1 മുതൽ എണ്ണിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫദ്ഉ ഇലാ തആമിൻ വാഹിദിൻ. വാഹിദ് 1 എന്നാന്ന് പറഞ്ഞവരൊക്കെ എന്ത്? വാഹിദ് 1. ഫഅർസൽനാ ഇലൈഹിം ഇസ്നൈൻ. ഇസ്നൈൻ സൂറത്ത് യാസീൻ 2. ഫഅസ്സസ്നാ ബിസാലിസിൻ സാലിസ് 3. ഫഖുദ് അർബഅതൻ മിനത്-തയ്ർ 4. സൂറത്തുൽ ബഖറ സയഖൂലൂന ഖംസത്തുൻ 5. സൂറത്തുൽ കഹ്ഫ് അല്ലദീ ഖലഖസ് സമാവാതി വൽ ബർള വമാ ബൈനഹുമാ ഫീ 6 അയ്യാം 6. 6. സൂറത്തുൽ ഖസസ് അല്ലദീ ഖലഖസ് 7 സമാവാതി തിബാഖാ 7. 7. സൂറത്ത് നൂഹ് 8 അസ്വാദിൻ 8. സൂറത്തുൽ അറാഫ് വകാന ഫിൽ മദീനത്തി 9 റഹ്തിൻ 9. 9. തിൽക അശറത്തുൻ കാമില 10. പാര പഠിപ്പിച്ച് പറയും മനുഷ്യന്മാരെ. വെറുതെ ചരിത്രം പറഞ്ഞാൽ മതി എന്നുള്ളത് ഞാൻ നീട്ടിപ്പരത്തി പറയാം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഈ ഖുർആനോടൊരു മുഹബ്ബത്ത് വേണ്ടേ? ആരാ പഠിപ്പിച്ചത്? എന്റെ ഖുർആൻ, എന്റെ ഖുർആൻ, എന്റെ ഖുർആൻ. മഹിലന ഹദാകല്ലദി അഅതാക നാഫിലത്തുൽ ഖുർആനി ഫീഹി മവാഇദും വ തഫ്സീലു. മഹിലന ഹദാകല്ലദി, മനോഹരമായി ഖുർആൻ. അതിൽ എല്ലാം മവാഇദുണ്ട്, തഫ്സീലുണ്ട്. ഒരു ഷായിർ ബൈത്തൻ ഉസ്താദ്, ഷായിർ ബൈത്തൻ സൈന്ദു ഉസ്താദ് എൻ്റെ ഉസ്താദും കൂടിയാണ്. എന്നെ കിതാബ് പഠിപ്പിച്ച ആളാണ്. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ. എന്റെ വന്ദ്യരായ ഗുരുനാഥരൻ അവര് പഠിപ്പിച്ചു തന്ന പാഠങ്ങളാണ് നമ്മൾ പകരുക. 11 ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് 12. നിങ്ങൾ ഈ ഖുർആൻ പഠിക്കാത്തതെന്താ? എല്ലാം നമുക്കറിയാം, ഖുർആൻ നമുക്കറിയില്ല. അത് ഓതാൻ നമുക്കറിയില്ല. വവഅദ്നാ മൂസാ 30 ലൈല വഅത്മനാഹാ ബിഅശരിൻ ഫതമ്മ മീഖാതു റബ്ബിഹി 40 ലൈല. 30 40. ഇനി എണ്ണൽ സംഖ്യയിൽ ഏറ്റവും വലുതേതാ? പറയാൻ സമയമില്ലല്ലോ. സമയം തീരാറായ
ഇഷ്ടം പോലെ ഉണ്ടല്ലേ? നിങ്ങൾക്ക് ഇന്നോടെ പ്രസംഗം തീരും, എനിക്ക് തീരൂല. എനിക്ക് വേറൊരു പ്രശ്നമല്ല. ഈ ഖുർആനിനെ നമ്മൾ അറിയണം, ഇതിന്റെ ഖാദിമീങ്ങളാവണം, ഇതിന്റെ സേവകരാവണം. ഇത് അലമാരയിൽ വെക്കാനുള്ളതല്ല, ഇത് അലമാരയിൽ സൂക്ഷിക്കാനുള്ളതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അത്രമാത്രമേ ഉള്ളൂ. നമ്മുടെ ദുനിയാവും ഖുർആനിലാണ്, നമ്മുടെ ആഖിറവും ഖുർആനിലാണ്, നമ്മുടെ ഖബറിന്റെ വെളിച്ചവും ഖുർആനിലാണ്, നമ്മുടെ മഹിശറയുടെ സ്വർഗവും ഖുർആനിലാണ്. എന്തേ സഹോദരങ്ങളെ നമുക്കത് അറിഞ്ഞുകൂടാ? ഹിസ്റ്ററി പഠിക്കാറുണ്ടല്ലോ കുട്ടികള്. ആ കുട്ടികൾ ഒരു രാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോ ആദ്യം അതിന്റെ വിസ്തീർണം, രണ്ടാമത് ജനസംഖ്യ, രണ്ടാമത് ഹിസ്റ്ററിയിൽ ശ്രീകാര്യം ധാരാളം അഭ്യസ്തവിദ്യരായ ആളുകളാണല്ലോ, ചെറുപ്പക്കാരാണല്ലോ. ഹിസ്റ്ററി പഠിച്ചാൽ ഒരു രാജ്യത്തെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ്? ആദ്യം വിസ്തീർണം, രണ്ടാമത് ജനസംഖ്യ. 1500 വർഷം മുമ്പ് യാസീൻ കഴിഞ്ഞിട്ടൊരു സൂറത്തുണ്ട്, സൂറത്തു സാഫാത്ത്. യൂനുസ് നബിയെ ഞാൻ നീനബയിലേക്ക് പറഞ്ഞു വിട്ടു. ഫാർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ. അവിടുത്തെ ജനസംഖ്യ 1,00,000-ലധികമായിരുന്നു. അവിടുത്തെ ജനസംഖ്യ 1,00,000. ആദ്യമായി ജനസംഖ്യയെ കുറിച്ച് പറയുന്നത് ഖുർആനാണ്. ആ ഖുർആനാണ്. അല്ല എല്ലാം പറഞ്ഞ ഖുർആൻ സമയത്തിന്റെ പരിമിതിയിൽ വിശദീകരിക്കാൻ കഴിയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയൂ സഹോദരങ്ങളെ. ആ ഖുർആനിൽ നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ വീട്. ഈ ശ്രീകാര്യത്തെ ഒരു വീട് എവിടെയുണ്ടെന്ന് ചോദിച്ചാൽ ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് അങ്കബൂത്ത് എന്നാണ്. ശ്രദ്ധിച്ചേക്ക് എല്ലാ രക്ഷകർത്താക്കളും ഉമ്മമാരൊക്കെ, നിങ്ങളുടെ വീട് ഖുർആനിലുണ്ട്. ആ വീട് ഏതെന്ന് ചോദിച്ചാൽ ആ വീടാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി. ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിന്റെ പേര് അങ്കബൂത്ത്. സൂറത്തിന്റെ പേര് പോളിംഗ് ബൂത്ത് അല്ല, അങ്കബൂത്ത്. അങ്കബൂത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ചിലന്തി. അങ്കബൂത്തിന്റെ അർത്ഥം എന്താ? ചിലന്തി. മോനെ, ഈ ഖുർആനിൽ ഞാനുണ്ട്, നിങ്ങളുണ്ട്, നമ്മുടെ കുടുംബമുണ്ട്, നമ്മുടെ ഭാര്യയുണ്ട്, നമ്മുടെ മക്കളുണ്ട്, എല്ലാവരും അതിലുണ്ട്. അങ്കബൂത്ത്. അതിലൊരായത്തുണ്ട്, മതലുല്ലദീന തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ കമതലിൽ അങ്കബൂത്ത് ഇത്തഖദതു ബൈതാ. അല്ലാഹു അല്ലാത്തവരെ ജീവിതത്തിലെ സഹായമായി കാണുന്നവർ, അല്ലാഹു അല്ലാത്തവരെ അവലംബിക്കുന്നവർ, അവരുടെ ഉപമ ചിലന്തിയുടെ വീട് പോലെയാണ്. ഇന്ന ഔഖനൽ ബുയൂതില ബൈത്തുൽ അൻകബൂത്ത്. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാ. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് അത് തമ്പാനൂർ റെയിൽവേ പുറമ്പോക്കിൽ 4 ടാർപ്പായിൽ വലിച്ചു കെട്ടിയതല്ല. നമ്മൾ ഈ കാണുന്ന കോളനികളുടെ വീടുകളല്ല. വെള്ളപ്പൊക്കത്തിന് തകർന്നു പോകുന്ന, കാറ്റൊന്നടിച്ചാൽ പറന്നു പോകുന്ന, ദേശീയ പാതയുടെ ജോലിക്ക് വന്ന തമിഴ് തൊഴിലാളികളെ കിടക്കുന്ന താൽക്കാലിക വീടല്ല. ലോകത്തിലെ ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാ. എന്താണ് കാരണം? ഇത് പറയുന്നത് അല്ലാഹുവിന്റെ ഖുർആനാണ്. ഇത്തഖദതു ബൈതാ. ഖുർആൻ പറയുകയാണ് ഏറ്റവും ദുർബലമായ വീട് ചിലന്തിയുടെ വീടാണ് പെങ്ങളെ. എന്തേ കാരണം? ചിലന്തിയുടെ വീട് ദുർബലമാവാൻ കാരണം നമുക്കറിയാം. ഒരു സെമിറ്റിക് എഞ്ചിനീയറിന്റെ കരകൗശല വൈദഗ്ധ്യത്തെ തോൽപ്പിക്കുന്ന രീതിയിൽ നിമിഷാർദ്ധത്തിന്റെ ഉള്ളിൽ ശരീരത്തിൽ നിന്ന് വരുന്ന പശ കൊണ്ട് ഒരു മനോഹരമായ വീട് പണിയ ചിലന്തി. ആ ചിലന്തിയുടെ വീടിന്റെ ഇഴകൾ പോലെ സമീകൃത അകലത്തിലാണ്. സ്കെയിൽ വെച്ച് നോക്കിയാൽ മൊത്തം ഒരേ അളവാണ്. മൊത്തം ഒരേ അളവാണ്. നമ്മുടെ പാലത്തിന്റെ ഒക്കെ അളവോ അതുപോലെയൊന്നുമില്ല, ഒരേ അളവാണ്. മനോഹരമാണ് ആ ചിലന്തിയുടെ വല. പക്ഷേ കാറ്റൊന്നടിച്ചാൽ, വിരളൊന്ന് തൊട്ടാൽ ആ വല പൊട്ടൂലേ? ഞാൻ ഇത് ഗൂഗിളിൽ നോക്കണം. പൊട്ടും. ഇത്രയും മനോഹരമായി ഉണ്ടാക്കിയ വല വിരളൊന്ന് തൊട്ടാൽ പൊട്ടും. പൊട്ടൂലേ? പൊട്ടും. അതുകൊണ്ട് ചിലന്തിയുടെ വീട് ദുർബലമാണ്. അല്ല, ഇത് നമ്മുടെ മണ്ടം വിശ്വാസമാണ്. അതുകൊണ്ടല്ല ഖുർആൻ പറഞ്ഞത്. അതറിയണമെങ്കിൽ അടുത്ത ഭാഗം ഓതണം. ഇത്തഖദതു ബൈതാ. ആ വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്.
ഇത്തഖദതു ബൈത, ആ വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. ഇത്തഖദ ബൈത എന്ന് പറഞ്ഞാൽ വീടുണ്ടാക്കുന്നത് ആൺചലന്തി. ഇത്തഖദതു ബൈത എന്ന് പറഞ്ഞാൽ താവ് വന്നാൽ പെൺചലന്തീന. അതാ ഖുർആന്റെ പ്രത്യേകത. നമ്മൾ ഇടയ്ക്കൊക്കെ ഒരു വാവൊക്കെ കളയരുത്. ഒരു വാവ് പോയാൽ അർത്ഥം മാറും. വാവ് വന്നാൽ അതിനകത്ത് അതിന്റെ ആ വാവിനും ഫായിനും തുമ്മയ്ക്കും ഒക്കെ അർത്ഥമുണ്ട്. ഇത്തഖദ ബൈത. അതുകൊണ്ടാണ് ഖുർആനിന് മലയാളത്തിൽ പരിഭാഷ എഴുതിയാൽ അത് ശരിയാവൂല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഓർക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല, മലയാള ഭാഷയ്ക്ക് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റൂലാത്തത് കൊണ്ടാണ്. ഇത്തഖദത്ത് ബൈത വന്നാൽ പെൺചലന്തിയാണ്. ഫായിൽ മുഅന്നസാണെങ്കിൽ ഫീലില് താവ് വരണം. എന്നാണ് വ്യാകരണ നിയമം. അതിനകത്ത് താവ് വരണം. ഇത്തഖദതു ബൈത, വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. കേട്ടോ, വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. ആൺചലന്തി ഭർത്താവ് വെളിയിൽ നിന്ന് സഹായിക്കലേ ഉള്ളൂ. ഗൾഫിൽ നിന്ന് ഇങ്ങനെ അയക്കലേ ഉള്ളൂ. ഈ സാധനം വാങ്ങിക്കണം, പർച്ചേസ് ചെയ്യണം, കൊടുക്കണതും എല്ലാം ആരാണ്? ഇതെല്ലാരും അങ്ങനെയാണെന്നല്ല കേട്ടാ, നമ്മളൊക്കെ എല്ലാ ആളുകളാ. വീടുണ്ടാക്കുന്നത് പെൺചലന്തിയാണ്. പക്ഷേ ആ വീട് പൂർത്തിയായി കഴിഞ്ഞാൽ പെൺചലന്തി ആൺചലന്തിയെ കൊല്ലും. എന്നിട്ട് പെൺചലന്തിയും മക്കളും കൂടി ആ വീട്ടില് മനോഹരമായ വീട്ടില് താമസം തുടങ്ങും. കുറെ കഴിയുമ്പം മക്കളി അമ്മയെ കൊല്ലും. എന്നിട്ട് അവരുടെ ഭാര്യമാരുമായി താമസം തുടങ്ങും. കുറെ കഴിയുമ്പോ ആ ഭാര്യമാരെ ഈ ഭർത്താവിനെ കൊല്ലും. അതാ ഏത് ചലന്തി വരെ നോക്കിയാലും അതിനകത്തൊരു പാവം ചലന്തി ചത്തു കിടക്കണ കാണാം. അത് ഈ ഹസ്ബൻഡാണ്. ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, നമ്മുടെ വീടുകളെ കുറിച്ച് അറിയാവുന്ന പടച്ചവൻ പറയാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഖുർആൻ പറഞ്ഞ ഒരായത്തിൽ ഇത്രയും വലിയ അത്ഭുതമുണ്ടെന്ന്? എന്ന് പറഞ്ഞാൽ ചിലന്തിയുടെ വീട് ഏറ്റവും ദുർബലമായ വീടായതിന് കാരണം എന്തെന്നറിയോ? ഭാര്യയും ഭർത്താവും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ പരസ്പര വിശ്വാസവും സ്നേഹവും നഷ്ടപ്പെട്ട ലോകത്തിലെ ഏറ്റവും ദുർബലമായ കുടുംബ വ്യവസ്ഥിതി ചലന്തിയുടേതാണ്. അതുകൊണ്ടാണ് ചലന്തിയുടെ വീട് ദുർബലമായത്. വീട് ചെറുതായത് കൊണ്ടല്ല. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതയുടെ ഓരത്ത് മുഗൾ രാജവംശത്തിന്റെ ശില്പചാതുരിയെ തോൽപ്പിക്കുന്ന കോൺക്രീറ്റിന്റെ കൊട്ടാരങ്ങളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ മിക്കവാറും വീടുകളിൽ ചലന്തിയുടെ വീടാ. ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമില്ല. ഭർത്താവും മക്കളും അമ്മയും മക്കളും തമ്മിലില്ല. സഹോദരാ, 6 വയസ്സുകാരി മരണപ്പെട്ടപ്പോ അവളെ കൊന്നിട്ട് അച്ഛൻ ആത്മഹത്യ ചെയ്തു അത്രേ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൊല്ലപ്പെടുന്നതിന് മുമ്പ് 6 വയസ്സുകാരി പൊന്നുമോള് മാനഭംഗം ചെയ്യപ്പെട്ടു അത്രേ. കരികാലയുമേ പിശാചുക്കൾ വാർക്കുന്ന വേതാള നഗരം പോലെ ഈ ഭൂമി അതപ്പതിക്കുമ്പോ 6 വയസ്സുകാരി പൊന്നുമോളുടെ ചിതറി തെറിച്ച വളപ്പൊട്ടുകൾ കിടക്കുമ്പോ അമ്മ ജോലിക്ക് പോകുന്നു. അച്ഛനും കുഞ്ഞും മാത്രമേ വീട്ടിലുള്ളൂ. എത്രമേൽ ദുർബലമാണ് ആ വീട്. 6 വയസ്സുകാരി പൊന്നുമോളുടെ പോലും മാനപ്പിച്ച് ചീന്തുന്ന വീടുകൾ. ഭർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്ന ഭാര്യമാര്. ഭർത്താവും മക്കളും ഉണ്ടായിട്ടും 2025 എന്ന വർഷത്തിൽ 2598 സ്ത്രീകളാണ് ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ചിട്ട് പോയത്. 2025 മാത്രം 2598 സ്ത്രീകളാണ് ഭർത്താവിനെയും മക്കളെ ഉപേക്ഷിച്ചിട്ട് പോയത്. അതിനൊരു മറുപുറമുണ്ട്. 2025 2598 ഭർത്താക്കന്മാരെ രക്ഷപ്പെട്ടു എന്നർത്ഥമുണ്ട്. ഇതിന്റെയൊക്കെ കൂടെ ജീവിച്ചിട്ട് എന്താ കാര്യം? 2598 സ്ത്രീകൾ. ഇതാണ് ഖുർആൻ വിശ്വാസിയുടെ വഴികാട്ടി. സഹോദര, വലിയ രാജകീയ വീട് വേണമെന്നില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ 3 ചക്രം ഇങ്ങനെ ഉരുട്ടിയിട്ട് ജീവിതത്തെ ഓടിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറില്ലേ? കൊച്ചു വീട്ടില് വൈകുന്നേരം വന്ന ചോറ് പൊതിയും തുറന്ന് അച്ചാറിൽ നിന്ന് ഒരു ചെറിയ തഴപ്പായിൽ കിടന്നുറങ്ങുന്നവൻ അനുഭവിക്കുന്ന സമാധാനവും സന്തോഷവും വലിയ കോടീശ്വരന്മാർക്ക് കഴിയുന്നില്ലല്ലോ. 9,000 കോടി രൂപയുടെ ആസ്തി
ആകൃതിയുള്ള ബാംഗ്ലൂർ നഗരത്തിൽ സ്വപ്ന സദൃശമായ കൊട്ടാരം വെച്ച മനുഷ്യനാണ് ഇടനെഞ്ചിലേക്ക് സൈലൻസർ ഘടിപ്പിച്ച തോക്കിൽ വെടിയുതിട്ടിട്ട് മരിച്ചുപോയത്. എന്തിന്റെ കുറവാണിത്? ഞാൻ ഈ പറയുന്നത് നിങ്ങളുടെ വീടുകൾ പോലും വിശുദ്ധമായ ഖുർആനിലുണ്ട്. നമ്മുടെ വീടുകളിൽ ചിലന്തിയുടെ വീടുകളാവരുതേ, സന്തോഷമുള്ള സമാധാനമുള്ള വീട് വേണം. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നിങ്ങളുടെ വീടുകളിൽ സമാധാനം തന്നതാരാ? നമുക്കൊരു വീട് തരാൻ ചിലപ്പോൾ പഞ്ചായത്തിന് കഴിയും, ഒരു വീട് വെക്കാൻ EMS ഭവന പദ്ധതിക്ക് കഴിയും, ഒരു വീട് വെക്കാൻ ഗവൺമെന്റിന് കഴിയും, ഒരു മുതലാളിക്ക് നമുക്കൊരു വീട് വെച്ച് തരാൻ കഴിയും. പക്ഷേ ആ വീട്ടില് സമാധാനം തരുന്നതാരാ? വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. നമ്മുടെ വീടുകളെ അല്ലാഹു പറയുകയാണ്, ആ വീട്ടിൽ സന്തോഷവും സമാധാനവും നൽകുന്നത് അല്ലാഹു മാത്രമാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഖുർആൻ നയിച്ച വഴികളിലൂടെ നാം മുമ്പോട്ട് പോകണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആമീൻ യാ റബ്ബൽ ആലമീൻ.